ഹായ് കുട്ടീസ്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എപ്പോൾ നോക്കിയാലും മഴയാണല്ലേ. അപ്പോൾ നമ്മളിതാ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയാണ്. ശരിക്കും പറഞ്ഞാൽ മഴ കണ്ടപ്പോൾ തണുപ്പ് കണ്ടപ്പോൾ ഒന്നും കൂടെ പോയി പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങിയാലോ എന്ന് തോന്നി കേട്ടോ. അത്രയ്ക്ക് ഇതായിപ്പോയി. പിന്നെ മടി പിടിച്ച് തന്നെ അടുക്കളയിലോട്ട് കയറി ചായയൊക്കെ ഇട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉഷാറായി. എന്നാലും പനിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് എല്ലാത്തിനും പൊതുവെ അങ്ങ് മടിയായിരുന്നു കേട്ടോ. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഉച്ചക്കത്തേക്കുള്ളത് ആക്കണമല്ലോ. ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റത്. അപ്പോഴത്തേന് കുഞ്ഞന്മാർ എഴുന്നേറ്റ് വന്നു. കുഞ്ഞന്മാർക്ക് അപ്പോഴത്തേന് നമ്മൾ ചായ കൊടുത്തു. പിന്നെ പെട്ടെന്ന് നമ്മൾ രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെ ആക്കി. നമ്മൾ താമസിച്ച് എണീച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാക്കാൻ പറ്റുന്നത് പുട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറൊക്കെ ആക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് പുട്ട് പുഴുങ്ങി. പഴമിരിപ്പുണ്ടായിരുന്നു, അങ്ങനെ പുട്ടും പഴമാക്കി. ഉച്ചക്കത്തേന് നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെ ചിക്കൻ കറി പെട്ടെന്ന് വെച്ചു. പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു. ചക്കയുള്ളത് കൊണ്ട് ഇപ്പോൾ ആകെപ്പാടെ ചക്കമയമാണെല്ലാം. അങ്ങനെ ചക്കക്കുരു തോരൻ, മാമ്പഴപ്പുളിശ്ശേരി, ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി പെട്ടെന്നാക്കി എടുത്തിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു. ഈ മഴയൊക്കെ പെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ പുറകിലത്തോട്ടുള്ളത് മുകളിലോട്ട് വലിയ ഒരു മേലെ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഊറ്റ് വരും. നമ്മുടെ വീടിൻ്റെ പുറകെ അങ്ങ് തോട് പോലെയാവും. അപ്പോൾ ഈ പാറയ്ക്കകത്ത് നിന്നുള്ള ഊറ്റുവെള്ളം നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ വെള്ളം വെച്ചിട്ട് പിടിക്കണം. നമുക്കിവിടെ ബോർവെല്ലിലെ വെള്ളം, അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ കഞ്ഞിക്കൊക്കെ ഇടാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ മഴയൊന്ന് തോർന്നായിരുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞന്മാർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോന്നി അലങ്കാറിലേക്ക് പോയി. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര തുള്ളിക്കളിയാണ് കേട്ടോ രണ്ടുപേരും. അപ്പം ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടത്, കണ്ണിക്കാടുന്നൊന്നും വലിച്ചു കയറിയെടുക്കില്ലേ. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒക്കില്ലല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കളിപ്പാട്ടും ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി എന്ന് പറഞ്ഞ് നിൽക്കുമല്ലോ. അപ്പം പറഞ്ഞിട്ടാണ് കൊണ്ടുവരും. ഇവിടുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ ഇടാൻ വേണം, എനിക്ക് പാൻറ്റൊന്നുമില്ല. സാധാരണ ഇവർക്ക് സ്കൂളിൽ ഫുൾ ഡേ യൂണിഫോം ആണല്ലോ, അല്ല ഫുൾ വീക്ക് യൂണിഫോം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കളർ ഡ്രസ്സൊന്നും ഇല്ല, ഇടുന്നില്ലല്ലോ. അപ്പം വീട്ടിൽ ഇരുന്നിട്ട് ഉള്ള കളർ ഡ്രസ്സ് മൊത്തം ചെറുതായിപ്പോയി. അപ്പം എവിടോട്ടെങ്കിലും ഇട്ടുകൊണ്ട് പോകാനായിട്ട് എടുക്കുമ്പോൾ എല്ലാം മുറിപ്പാൻറ്റുകളും ഷർട്ടിന് ഇറക്കമില്ല, പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ എന്താണെങ്കിലും രണ്ടുപേർക്കും കൂടി 3-4 ജോഡി നമ്മൾ എടുക്കണമെന്ന് കരുതി തന്നെ പോയത്. അതുപോലെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ്, അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടനെയും കൊണ്ട് നമ്മൾ പല്ലാശുപത്രിയിൽ പോയി. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ബിന്ദു ഡോക്ടറിൻ്റെ ദന്തൽ ക്ലിനിക്കിലാണ് കൊണ്ടുപോയത്. കാരണം അത് അവൻ്റെ പുഴുപ്പല്ലായിരുന്നു കേട്ടോ. എല്ലാം ഈ പുഴുപ്പല്ലായിട്ട് അതിൻ്റെ ഈ പകുതി മാത്രം അവിടെ ഇട്ടൊന്നും, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു വിളിച്ചു. ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞു വരുന്നില്ല 2 സൈഡിൽ. അങ്ങനെ ആ പല്ല് എടുത്തു. നേരത്തെ അവൻ പല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ആടിയിരുന്ന ഒരു പല്ല്. അപ്പോൾ ചാച്ചൻ കോൺട്രാക്റ്റാണ്. അപ്പോൾ ചാച്ചൻ അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ പുള്ളി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിയില്ലായിരുന്നു വലിയ. അങ്ങനെ നമ്മൾ പല്ലൊക്കെ എടുത്തു, വീട്ടിൽ വന്നു. അപ്പോൾ അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതും കണ്ടു. പിന്നെ വന്ന് നോക്കുമ്പോൾ അത് 2 പേര് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.